2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ പരാജയത്തിന് ഇടയാക്കിയത് ആര്യാടൻ ഷൗക്കത്തിന്റെ പാലം വലിയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. ദേശാഭിമാനിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ VV പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പടക്കം MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിണറായിയെയും LDFനെയും അപകീർത്തിപ്പെടുത്താൻ തങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതിയ അൻവർ കീറാമുട്ടിയായി മാറി എന്നുള്ള വികാരമാണ് ഇപ്പോൾ UDFനുള്ളത്. അയാളെ തള്ളാനും കൊള്ളാനും ആവശ്യപ്പെട്ട് UDFലും കോൺഗ്രസിലും രണ്ട് ചേരി തന്നെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വയചേർച്ച ഇല്ലായ്മയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിന്റെ ഫലമായി തോൽക്കുകയും ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്ത മുൻ DCC പ്രസിഡന്റ് കൂടിയായ VV പ്രകാശിന്റെ പക്ഷക്കാരും കുടുംബവും ഷൗക്കത്തിനെതിരെ തിരിഞ്ഞത്. അങ്ങനെ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത്. അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരന്റെ മനസ്സിലും എരിയുമെന്ന പ്രകാശിന്റെ മകളുടെ സമൂഹ മാധ്യമ പോസ്റ്റും ഷൗക്കത്തിനെതിരായ ഒളിയമ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിൽ ജയം ഉറപ്പിക്കാൻ BJPയുമായും മുസ്ലിം മത മൗലികവാദികളുമായും ചേർന്ന് മഴവിൽ സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത് തന്നെ. BJP സ്ഥാനാർത്ഥിയെ നിർത്താനില്ല എന്നും BDJSന് സീറ്റ് വിട്ടു നൽകുമെന്നും മറ്റുള്ള മാധ്യമ വാർത്തകൾ ശരിയാണ് എങ്കിൽ പട്ടാമ്പി ബേപ്പൂർ വടകര മോഡൽ ആവർത്തിക്കാനാണ് ശ്രമമെന്ന് വ്യക്തമെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. നിലമ്പൂരിൽ UDF ക്യാമ്പ് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇടതുപക്ഷം ഒത്തൊരുമയോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതുമായിരിക്കും. ജൂൺ 1 വൈകിട്ട് നിലമ്പൂരിൽ നടക്കുന്ന LDF കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും ചെയ്യും. അതോടെ പ്രവർത്തനങ്ങൾ സജീവവുമാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ നിലനിർത്താൻ തന്നെയാണ് ശ്രമം. ചേലക്കരയിൽ നേടിയ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കുമെന്നും തുടർച്ചയായ 3ാം LDF സർക്കാർ രൂപീകരണത്തിനുള്ള സന്ദേശമാകും ഈ വിജയമെന്നും LDF പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. നിലമ്പൂരിൽ അൻവറിന്റെ പിന്തുണയോടെ വിജയം ഉറപ്പാണ് എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച UDFന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തോടെ തിരിച്ചടി നേരിടുക തന്നെയാണ്. ആദ്യം മത്സരിക്കില്ല എന്നും മലയോര ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന സ്ഥാനാർത്ഥിയെ വേണമെന്നും അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവർ നിർദ്ദേശിച്ചിട്ടും ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് UDFന്റെ ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്ത കാര്യമാണ്. പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2016 അൻവറിനോട് തന്നെ 11,504 വോട്ടിന് തോറ്റ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് അൻവറിനെ അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് എന്ന് അൻവർ ആവർത്തിച്ച് വിമർശിക്കുകയായിരുന്നു. ഇതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മുൻകൈ നേടിയെന്ന UDFന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലും ഏൽക്കുകയായിരുന്നു. അൻവർ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFന് ധൈര്യമില്ല എന്ന് K സുധാകരന്റെയും VD സതീശന്റെയും പ്രസ്താവനകൾ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. അൻവർ ഒരു മുതൽക്കൂട്ടാണ് എന്നും അവരെ കൂടെ കൂട്ടണമെന്നും സുധാകരൻ പറയുകയായിരുന്നു. അൻവറിന്റെ UDF പ്രവേശനം ഉറപ്പാണ് എന്ന് സതീശനും അവകാശപ്പെട്ട കാര്യമായിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി അൻവറിനെ അനുനയിപ്പിക്കാൻ UDF ശ്രമിക്കുകയാണ് എന്നും ഗോവിന്ദ മാഷ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു.